യൂറോപ്പിൽ ഒരു കൊടുങ്കാറ്റ് രൂപപ്പെടുന്നു. അതിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് പോളണ്ടാണ്. റഷ്യൻ ഡ്രോണുകൾ പോളിഷ് ആകാശത്തേക്ക് കടന്നു കയറി. ഇതോടെ യുക്രൈൻ യുദ്ധം നാറ്റോയുടെ വാതിൽപ്പടിയിലെത്തി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് 19 റഷ്യൻ ഡ്രോണുകൾ പോളണ്ടിലേക്ക് നുഴഞ്ഞു കയറിയത്. ഡ്രോണുകളിൽ ചിലത് വന്നത് ബെലാറസിൽ നിന്നാണ്. പോളിഷ് സേന 3 എണ്ണത്തിനെയെങ്കിലും വെടിവെച്ചിട്ടു. മറ്റുള്ളവ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പതിച്ചു. കിഴക്കൻ അതിർത്തിയിൽ നിന്ന് 280 കിലോമീറ്റർ അകലെ വരെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു, എന്നാൽ ആർക്കും പരിക്കേറ്റില്ല. പോളണ്ട് റഷ്യയുടെ നേർക്കാണ് വിരൽ ചൂണ്ടിയത്. പോളണ്ട് ഇതിനെ റഷ്യയുടെ ബോധപൂർവമായ ആക്രമണമെന്നും നാറ്റോയുടെ പ്രതിരോധത്തെ പരീക്ഷിക്കാനുള്ള ശ്രമമെന്നും വിളിച്ചു. എന്നാൽ US-ൻ്റെ ശബ്ദം തീർത്തും വ്യത്യസ്തമായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഒരു അബദ്ധം പറ്റിയതാകാം എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചു. ഒരുപക്ഷെ അബദ്ധം പറ്റിയതാകാം. ട്രംപ് മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞത്: ആ ഭാഗത്ത് നടക്കുന്ന ഒന്നിനെക്കുറിച്ചും ഞാൻ സന്തോഷവാനല്ല, പക്ഷേ ഈ പ്രശ്നം ഉടൻ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, ട്രംപ് പറഞ്ഞു. ഈ വാക്കുകൾ പോളണ്ടിന് ഒട്ടും രുചിച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് സോഷ്യൽ മീഡിയയിൽ തുറന്നടിച്ചു. അബദ്ധമെന്ന വാദം തള്ളിക്കളഞ്ഞു. ഇതൊരു അബദ്ധമാവാൻ ഞാനും ആഗ്രഹിക്കുന്നു, പക്ഷേ അത് അങ്ങനെയല്ല, അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞു. ഈ ഏറ്റുമുട്ടൽ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന ഭിന്നതയെ വെളിപ്പെടുത്തി. നാറ്റോയുടെ ഐക്യത്തെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തി. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നാണ് പോളണ്ട്. ഈ വർഷം അവർ തങ്ങളുടെ GDP-യുടെ 4.7% പ്രതിരോധത്തിനായി നീക്കിവെച്ചതിന് ട്രംപ് ഭരണകൂടം അവരെ പ്രശംസിച്ചിരുന്നു. ഈ സംഘർഷത്തിന് പിന്നിലെന്താണ്? റഷ്യ പറയുന്നു ഡ്രോണുകൾ യുക്രൈനെ ലക്ഷ്യമിട്ടതാണ്, പോളണ്ടിനെയല്ല. അവ റഷ്യൻ ഡ്രോണുകളാണെന്ന് തെളിവില്ല, വെറും കെട്ടുകഥയെന്നാണ് റഷ്യ പറയുന്നത്. പക്ഷേ പോളണ്ട് അതൊന്നും വിശ്വസിക്കുന്നില്ല. ഡ്രോണുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവ റഷ്യൻ നിർമ്മിതമാണെന്നും അവർ പറയുന്നു. ഇതൊരു അബദ്ധമല്ല, ടസ്ക് ഉറച്ചു പറയുന്നു. റഷ്യയാണതിന് പിന്നിൽ. യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം നാറ്റോ ഒരിക്കലും തിരിച്ചടിച്ചിരുന്നില്ല. ഇപ്പോൾ പോളിഷ് F-16, ഡച്ച് F-35 വിമാനങ്ങൾ ഡ്രോണുകളെ നേരിടാൻ ആകാശത്തേക്ക് പറന്നുയർന്നു. നാറ്റോ അംഗങ്ങൾ യുക്രൈനെ പിന്തുണച്ചിരുന്നെങ്കിലും ഇത്തരം നേരിട്ടുള്ള പ്രവർത്തനം ഇതാദ്യമായിട്ടാണ്. പോളണ്ട് നാറ്റോ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 4 ഉപയോഗിച്ചു. സഖ്യകക്ഷികളുമായി അടിയന്തര കൂടിയാലോചനകൾ ആവശ്യപ്പെട്ടു. നാറ്റോയുടെ ചരിത്രത്തിൽ 7 തവണ മാത്രം ഉപയോഗിച്ച ഒരു നീക്കം, ഇതിപ്പോൾ 8ാം തവണയും. നാറ്റോ സജീവമായി കഴിഞ്ഞു. ഫ്രാൻസ് 3 റഫാൽ ജെറ്റുകൾ പോളണ്ടിലേക്ക് അയച്ചു. ജർമ്മനി നാറ്റോയുടെ വ്യോമ നിരീക്ഷണത്തിൽ തങ്ങളുടെ പങ്ക് വർദ്ധിപ്പിച്ചു. ബ്രിട്ടൻ റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ജപ്പാൻ റഷ്യൻ എണ്ണയുടെ വിലപരിധി താഴ്ത്തി. ഇതിനിടെ പോളണ്ട് ഈ വിഷയം ഐക്യരാഷ്ട്രസഭയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ റഷ്യയും ബെലാറസും പോളണ്ടിൻ്റെ അതിർത്തിക്കടുത്ത് സബാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വൻ സൈനിക പരിശീലനം നടത്തുന്നു. ആയിരക്കണക്കിന് സൈനികർ ടാങ്കുകൾ, ഹെലികോപ്റ്ററുകൾ, നാവിക കപ്പലുകൾ എന്നിവ വ്യോമ നിരീക്ഷണവും ഭൂമിയിലെ ലക്ഷ്യങ്ങളിൽ മിസൈൽ ആക്രമണങ്ങളും പരിശീലിക്കുന്നു. റഷ്യ ബെലാറസിൽ ആണവായുധം വിന്യസിച്ചിട്ടുണ്ടോ എന്ന് പോളണ്ട് ഭയപ്പെടുന്നു. പോളണ്ട് ബെലാറസുമായുള്ള അതിർത്തി അടച്ചു. വ്യോമഗതാഗതം നിയന്ത്രിച്ചു. ലിത്വാനിയയും ലാത്വിയയും അവരുടെ വ്യോമമേഖല ഭാഗികമായി അടച്ചു. ഡ്രോണുകളുടെ നുഴഞ്ഞുകയറ്റത്തോടെ തുടങ്ങിയത് ഇപ്പോൾ സൈനിക പരിശീലനങ്ങൾ, ആണവ ഭീഷണികൾ, വ്യോമ നിയന്ത്രണങ്ങൾ എന്നിവയുടെ ഒരു കുരുക്കായി മാറിയിരിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നു: നാറ്റോ പൊട്ടിത്തെറിയുടെ വക്കിലാണോ?